ഹലോ ഡിയേഴ്സ്, എല്ലാവരും എന്നാ പറയുന്നു? സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു മീഷോ ഇൻസ്പയർഡ് ഡിസൈനായിട്ടാണ് കേട്ടോ. നമ്മൾ ആ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാറ്റേൺ. ഒരു ഓൾ ഓവറായിട്ട് യോക്കിൽ വരുന്ന ഒരു പാറ്റേണാണ്. കംപ്ലീറ്റ് ഒരു യോക്ക് വർക്കാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മളൊരു പാറ്റേൺ ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു റൗണ്ട് നെക്കാണ് വരുന്നത്. അതിനുശേഷം അതിൻ്റെ താഴേക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സെൻറ്ററി വഴി വന്നിട്ട് പിന്നെ നമ്മൾ നേരെ താഴെ വരെ വരുന്ന ഒരു ലീഫ് പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഫ്ലവേഴ്സും വരുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന സ്പേസ് മുഴുവനും നമ്മൾ ബീഡ്സ് വെച്ചിട്ട് കവർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലോത്തിൽ ഇതെങ്ങനെയാണ് വരുന്നതെന്നും കൂടി ഒന്ന് വരച്ച് കാണിക്കാം. ഒരു കംപ്ലീറ്റ് ബീഡ്സ് വർക്കാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ നമ്മളിതുപോലെ ഒരു നെക്കിൻ്റെ ഒരു സൈഡിൽ നിന്നാണ് ഈ ഒരു ഡിസൈൻ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റെമ്മാണ് ആദ്യമേ വരച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്ന് ഇതുപോലെ സ്റ്റെം ഇങ്ങനെ വരച്ച് കൊടുക്കുക. നമുക്ക് വളരെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇത് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യമേ ആ ഒരു പാറ്റേൺ ഒന്ന് വരച്ചത് കാണിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പോസ് ചെയ്തിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ഒരു പിക്ചർ വലുതാക്കിയെടുത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പ്രിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് വരച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റെമ്മെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലീഫ് വരച്ചു കൊടുക്കാം. പിന്നെ ഇതിനിടയിലായിട്ട് അവിടെ ഇവിടെയായിട്ട് ഫ്ലവേഴ്സും വരുന്നുണ്ട്. ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈസി നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്യണമെന്ന് ഓൾറെഡി പറഞ്ഞില്ല. അപ്പോൾ ബീഡ്സ് കൊണ്ട് നമ്മൾ ഫ്ലവർ ചെയ്യുന്നത് എന്ത് ഈസി ആയിട്ടാണല്ലേ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. പിന്നെ ഇതൊരു നല്ല ഹെവി വർക്കാണ്. അതുകൊണ്ട് കുറച്ച് സമയം വേണ്ടി വരും. അത് മാത്രമാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. കാരണം നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യുന്ന ഫ്ലവേഴ്സും സ്റ്റെം ലീഫും ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. അവിടെ നിങ്ങൾക്ക് അത് നന്നായിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ അറിയാമായിരിക്കും. അപ്പോൾ ആ ഒരു രീതി നമ്മൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ വരച്ചു കൊടുക്കാം. നമുക്ക് ഇതേ രീതിക്ക് ലീഫ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ലീഫുകളുടെ ഇടയിൽ ജസ്റ്റ് ഇതുപോലെ നമ്മളൊരു ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവിടെ നമുക്കൊരു 3 ബീഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് കുറച്ചുകൂടി ഒരു ഭംഗിയാക്കാൻ വേണ്ടി അവർ ആ ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അതേപോലെ തന്നെ അത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ടും ഒരുപാട് ഗ്യാപ്പ് വരികയില്ലാത്ത രീതിയിൽ ലീഫ് വരച്ചു കൊടുക്കുക. 2 സൈഡിലേക്കും ഒരേപോലെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഒരു പാറ്റേൺ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മീഷോയിൽ ഞാനൊരു പാറ്റേൺ കണ്ടപ്പം ജസ്റ്റ് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആ ഒരു പാറ്റേൺ, അതായത് ആ ഒരു ഡ്രസ്സിൻ്റെ വില കിടക്കുന്നത് 1500 രൂപ സംതിങ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു 2.5 മീറ്റർ മെറ്റീരിയൽ ജോർജറ്റ് ആണെങ്കിൽ പോലും ഒരു 200-250 രൂപ കൂടുതൽ വരത്തില്ല. ബാക്കി മുഴുവൻ റേറ്റ് ആ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്ര ഹെവി ആയിട്ടുള്ള അത്രയും എന്താ പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡിസൈനാണത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തന്നെ ട്രൈ ചെയ്യത്തില്ലേ? അപ്പോൾ എന്ത് ഭംഗിയാണ് ഒരു ഔട്ട്ലുക്ക് കാണാനും അല്ലേ. ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ഫിനിഷ് ചെയ്ത് പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോഴായിരിക്കും ശരിക്കും എക്സാക്റ്റ് അതിൻ്റെ ഒരു ഭംഗി. ഒരു പാർട്ടി വെയർ ഡിസൈനിങ് ആണിത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓൾ ഓവർ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യണത് റൗണ്ട് ബീഡ്സും കട്ട് ബീഡ്സും മാത്രമാണ്. വേറെ ഒരു ബീഡ്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടും ഒരേ കളർ തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ബീഡ്സ് വർക്ക് ആയതുകൊണ്ട് നോർമൽ നീഡിൽ നമ്പർ 12 ആണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ ത്രെഡ്, അതായത് തയ്ക്കുന്ന ത്രെഡ് എടുക്കുമ്പോൾ ഏത് ക്ലോത്താണോ അതിന് സെയിം കളർ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യമേ നമ്മൾ സ്റ്റെമ്മാണ് ചെയ്യുന്നത്. സ്റ്റെമ്മ് നമ്മൾ സാധാരണ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഓരോ ബീഡ്സ് വെച്ച് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്കിപ്പോൾ ചെയ്യുമ്പം നമ്മൾ ചെയ്യുന്ന ഒപ്പം തന്നെ, അതായത് സ്റ്റെമ്മ് ചെയ്യുന്ന ഒപ്പം തന്നെ നിങ്ങൾക്ക് ലീഫും കൂടി ചെയ്ത് പോകാം. അതിൻ്റെ ഒപ്പം തന്നെ ഫ്ലവേഴ്സും ചെയ്ത് പോകാം. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് ലാസ്റ്റ് വരെ ഇത് തീർക്കുകയാണെങ്കിൽ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്റ്റെമ്മ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, പിന്നെ ലീഫ് കംപ്ലീറ്റ് ഫില്ല് ചെയ്യുക, അങ്ങനെയാണെങ്കിലും ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്ന ഒപ്പം തന്നെ അതെല്ലാം ഫിനിഷ് ചെയ്ത് പോകുന്നതല്ലേ എളുപ്പം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു സ്റ്റെമ്മും ലീഫും സെയിം ബീഡ്സ് വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചെയ്ത് പോകുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ആ സ്റ്റെമ്മിൻ്റെ കൂടെ തന്നെ ഇതുപോലെ ലീഫും കൂടെ ചെയ്ത് പോകണം. ലീഫ് നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള ഡിസൈനാണ്. 3 ലെയറുകളായിട്ട് ഇതുപോലെ ചെരിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം ഡിസൈനാണ് നമ്മൾ കൊടുത്തേക്കണം കേട്ടോ. നമ്മൾ ചെയ്തേക്കുന്ന കംപ്ലീറ്റ് ലീഫും അതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കേണ്ടത്. ഈസി മെത്തേഡിൽ എന്ത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത്രയും ഒരു ഹെവി ഡിസൈൻ തന്നെ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. എപ്പോഴും ഞാൻ ഒരുപാട് ഡിസൈൻസ് നമ്മളുടെ ചാനലിലൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫോട്ടോസോ തീർച്ചയായിട്ടും അയച്ചു തരിക. നമ്മളത് നമ്മുടെ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതുമാണ് കേട്ടോ. അപ്പം അത് ഇനിയും കാണുന്നവർക്കൊക്കെ ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു പ്രചോദനമാണ്. അവർക്ക് തീർച്ചയായിട്ടും വീഡിയോസ് കാണാനും നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും ഒക്കെ ആയിട്ട് പറ്റും. അതുപോലെ ബിഗിനേഴ്സിനായിരിക്കും ഒരുപാട് യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരണേ.
പിന്നെ ഇത് ഓൾ ഓവർ വരുന്നൊരു ഡിസൈൻ ആണെങ്കിലും ഞാനത് കംപ്ലീറ്റ് ചെയ്ത് കാണിച്ചിട്ടില്ല. കാരണം എല്ലാം ഒരേ ഒരു ഇത് തന്നെയാണ്. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പാറ്റേൺ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. ഇനിയിപ്പം നമ്മൾ പറഞ്ഞ പോലെ ഫ്ലവർ ചെയ്തെടുക്കാം. ഫ്ലവർ ചെയ്യാനാണ് നമ്മൾ റൗണ്ട് ബീഡ് എടുത്തേക്കുന്നത്. അതിന് സെൻറ്ററിൽ നമ്മളിതുപോലെ, അപ്പോൾ നിങ്ങൾ റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന പോലെ ഒരു റൗണ്ട് ബീഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ കുത്തിയെടുത്തിട്ട് നമ്മൾ ഒന്നിച്ച് ബീഡ് കോർത്തെടുക്കുക അല്ലേ. ഈ ഒരു മെത്തേഡ് നമ്മൾ കട്ട് ബീഡ്സ് കൊണ്ടും ഷുഗർ ബീഡ്സ് കൊണ്ടൊക്കെ ചെയ്യുന്നതാണ്. അതേ സെയിം മെത്തേഡ് ഇവിടെ തന്നെ ചെയ്യുക. അപ്പോൾ റൗണ്ട് ബീഡ് ആയതുകൊണ്ട് ഒരു 5 ബീഡ് കൂടുതൽ വേണ്ടി വരില്ല. അപ്പോൾ അത് ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് ബീഡ്സിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഇതുപോലെ കുത്തി കൊടുക്കുക. അതിനുശേഷം 4 സൈഡുകൾ ലോക്ക് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്ത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു റൗണ്ട് ബീഡ്സ് കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് ഈ ഒരു ഫ്ലവറിനല്ലേ. അപ്പം നമ്മളിവിടെ ഒരു 3 ഫ്ലവേഴ്സാണ് ചെയ്യണത്. അപ്പോൾ ആ ഒരു 3 ഫ്ലവർ അടുപ്പിച്ചടുപ്പിച്ചിട്ട് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ ഫ്ലവർ ഇതിനകത്ത് അധികം വരുന്നില്ല, ഇടയ്ക്കിടയ്ക്കേ വരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ലീഫാണ് ചെയ്യണത്. അപ്പോൾ അതേ രീതിക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻസായിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിസൈൻസും തന്നെ ആർക്കെങ്കിലും ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ചെയ്യുന്ന എല്ലാ ഡിസൈനും നമ്മൾ ഫെയർ ആയിട്ടും ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയച്ചു തരിക. പിന്നെ മറ്റേതെങ്കിലും ഡിസൈനാണ് നിങ്ങൾക്ക് ചെയ്ത് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു നിങ്ങൾ അയച്ചു തരുന്ന പിക്ചർ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അയച്ചു തരാനായിട്ട് കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. കാരണം നമുക്ക് എക്സാക്റ്റ് ഒരു ഡിസൈൻ എന്താണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതേ രീതിക്ക് അത് അയച്ചു തരികയാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇതേപോലെ നമ്മൾ ലീഫ് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്റ്റെമ്മിൻ്റെ ഒപ്പം തന്നെ ലീഫും ചെയ്ത് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അപ്പോൾ നമ്മളിവിടെ ഈ ലൈൻസ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതും നമ്മൾ ഇതേ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ കൊടുത്തേക്കുന്ന അത്രയും ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം പിന്നെ വരുന്ന ആ ഒരു യോക്ക് കംപ്ലീറ്റ് ഭാഗത്ത്, അതായത് ആ ഒരു സ്പേസ് വരുന്നിടത്തെല്ലാം റൗണ്ട് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അത് ഞാൻ കാണിച്ചിട്ടില്ല ഇവിടെ, കാരണം അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട്ലുക്ക് വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന അടിപൊളി ഡിസൈൻ അല്ലേ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസും അതുപോലെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും കൂടെ മറന്നു പോകരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് കാണാം. താങ്ക്